ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ളൊരു മുട്ട സ്റ്റൂ ആണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട സ്റ്റൂ ആണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് മുട്ട നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തൊളിച്ചെടുത്താൽ മതി. പക്ഷേ അധികം വേവരുത് കേട്ടോ. ഒരു 80% വെന്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ഇഞ്ചിയുടെ പീസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി, ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. കൂടുതൽ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഉള്ളി വാടാനുള്ളൊരു എണ്ണ അത്രേ മതിയാവും. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതൊന്ന് വാടുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇതുപോലെ തന്നെ പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഈ സവാള ഇട്ടതിന് ശേഷം നമുക്ക് ഇത് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. സവാള പെട്ടെന്നൊന്ന് വയന്ന് കിട്ടും. ഓവറായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി. സവാള ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കുറച്ച് വേവ് കൂടുതലാണല്ലോ, അപ്പോൾ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവാവുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അത് നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ച് വെക്കാം. ഈ സമയത്ത് ഞാനൊക്കെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഒരു 1/2 മുറി തേങ്ങ ചിരവിയിട്ട് 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കുന്നുണ്ട്. ആ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഏകദേശം 50% വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തത് കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മതിയാവും. പിന്നെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഗരം മസാല പൗഡറാണ് ഇനി ചേർക്കാനുള്ളത്. അത് ഇപ്പോൾ ചേർക്കണ്ട, നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലോട്ട് തേങ്ങയുടെ 2-ാം പാൽ ഒഴിക്കണം. അതിന് ശേഷം നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പിഴിഞ്ഞ് കൊടുത്താൽ മതി, ഫുള്ള് വേണ്ട. പുളി കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് അടച്ച് വെക്കാം. ആ പുളിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് 1-ാം പാൽ ഇനി ഒഴിക്കാനുണ്ട്. 1-ാം പാൽ ഞാൻ ഒരു 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി തുറന്നിട്ട് ആദ്യം ഞാൻ കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ തുടക്കത്തിൽ ഇടാൻ മറന്നുപോയി, അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ 3 മിനിറ്റിന് ശേഷം അത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം ഒഴിച്ച തേങ്ങാപ്പാൽ അത്യാവശ്യമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുട്ട ഉണ്ടല്ലോ, മുട്ട ചേർത്ത് കൊടുക്കണം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ട ചേർത്തതിന് ശേഷം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. മുട്ട ഇതുപോലെ ഞാൻ 80% വേവിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തൊലിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഈ ഒരു വേവിൽ എടുക്കണം കേട്ടോ. കൂടുതലായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മുട്ടയുടെ ടേസ്റ്റ് നമ്മുടെ സ്റ്റൂവിൽ ഇറങ്ങില്ല. അപ്പോൾ നമ്മുടെ മുട്ട സ്റ്റൂവിൻ്റെ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 75-80% വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി തൊലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഭാഗം തൊലി കളഞ്ഞതിന് ശേഷം സ്പൂൺ കൊണ്ട് ചുരണ്ടിയിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്തായാലും ആ മഞ്ഞക്കൂര് നന്നായിട്ടാണ് ഉറക്കാൻ പാടില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ മുട്ട സ്റ്റൂ തയ്യാറാക്കി നോക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ മുട്ട സ്റ്റൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. ആ ചുടുവെള്ളത്തിൽ കൂടുതൽ സമയത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ തൊലി എടുത്ത് വെച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പോൾ അത് ഞാൻ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. 4 മുട്ട ഇതുപോലെ തന്നെ ഒരു 75-80% വേവിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഗരം മസാല പൗഡർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ച ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒന്നാം പാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇനി ആ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. കാരണം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളക്കാൻ പാടില്ല. ആ ചൂട് പാനിൻ്റെ ആ ചൂടുണ്ടാവുമല്ലോ അതിന് മതിയാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സ്റ്റൂ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും എൻ്റെ നന്ദി.